ഗൈസ്, നമ്മളെല്ലാവരും ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന ഒരു വാർത്തയാണ്. അഖിൽ NRD എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു യൂട്യൂബറിന്റെ വൈഫ് ഒളിച്ചോടി എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റൊരു പുരുഷനുമായി ജീവിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത്. അത് സത്യമാകാതിരിക്കട്ടെ എന്നൊക്കെ അഖിലിനെ സ്നേഹിക്കുന്ന കുറേയധികം ആൾക്കാർ ഒരു നിമിഷത്തേക്ക് ആഗ്രഹിച്ചു എന്നുണ്ടെങ്കിലും അത് സത്യം തന്നെ ആയിരിക്കുകയാണ്. ഒരു രീതിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ മേഘ അഖിലിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് നന്നായി. കുറേയും കൂടി കഴിഞ്ഞ് ഒരു കുടുംബവും കുട്ടികളും ഒക്കെ ആയതിനു ശേഷമാണ് പോയിരുന്നെങ്കിൽ ഇപ്പോൾ അഖിലിനുണ്ടായതിനേക്കാൾ വലിയൊരു ആഘാതമായേനെ ആ കുടുംബത്തിൽ അത് സംഭവിക്കുക, അല്ലെ? ഇപ്പോൾ ഈ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചത് സത്യമാണെന്ന് പറയാനും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനുമുള്ളൊരു കാരണം യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ. ഇത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കുറച്ച് ദിവസമായി ഭാര്യ പോയിട്ട് പുള്ളിക്കാരന് പോലും അറിയാൻ പാടില്ല എന്തിനാണ് അവൾ പുള്ളിനെ ഇട്ടിട്ട് പോയെന്നുള്ളൊരു കാര്യം. ഓക്കെ, അത്യാവശ്യം നല്ല ഫാമിലിയിലുള്ളൊരു കൊച്ചായിരുന്നു. പുള്ളിക്കാരിൻ്റെ അമ്മ ടീച്ചറും അച്ഛൻ അഡ്വക്കേറ്റും ഒക്കെ ആയിരുന്നു. നമ്മൾ കണ്ടതാണ്. വിവാഹം അടക്കം വലിയ ഗ്രാൻഡായിട്ടുള്ള വിവാഹവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞിട്ട് എന്തോ കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഖില് ആ കോഴ്സിന് കൊണ്ടു ചേർത്തു. പുള്ളിക്കാരൻ ഇന്നും കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. പുള്ളിക്കാരൻ അത്യാവശ്യം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ പോകുന്നതും വരുന്നതൊക്കെ ബസ്സിലാണ്. സോ ബസ്സിലെ കിളിയുണ്ടല്ലോ, കണ്ടക്ടർ കിളി, ആ സെറ്റപ്പ് പുള്ളിക്കാരനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. പുള്ളിക്കാരനുമായിട്ട് ഒളിച്ചോടി പോകുന്നു. വിവരം അഖിൽ അറിയുന്നു. ആദ്യം അഖിൽ പേടിച്ചു തോന്നുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇനി അവളെന്തേലും കടുങ്കൈ ചെയ്തു, ശരിക്കും എന്താണ് പറ്റിയതെന്നൊന്നും അറിയാതെ അഖിൽ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയാണ്, ഇവളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട്. പിന്നെ തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് CCTV ഫുട്ടേജും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇവള് ബാഗും എടുത്തിട്ട് അവനുമായിട്ട് കയറി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. അപ്പൊ അഖിലിന്റെ ബസ്സിലാണ്. സോ ബസ് ചിന്തിച്ചു നോക്കണം കേട്ടോ. നിങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. മുമ്പത്തൊരു ജസ്റ്റ് ഒരു ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടുനോക്കാം. നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ള? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. നിങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം ഉണ്ടെന്ന്. അപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഓക്കെ. പിന്നെ അവർ സംസാരിച്ചു. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാ. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും, അല്ലേ, ആവാൻ പറ്റുന്നത്. ശരിക്കും ഇവരുടെ ഇത് പ്രണയവിവാഹം തന്നെയായിരുന്നു. ഓക്കെ, പ്രണയവിവാഹമായിരുന്നു. ആദ്യമേ വീട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് വിവാഹം നടത്തി കൊടുത്തു. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൂടി ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് കൂടുതലധികം റിയാക്ഷൻസും ജഡ്ജ്മെന്റ്സും എല്ലാം ഇദ്ദേഹത്തിലേക്ക് അല്ലെങ്കിൽ അഖിലിലേക്ക് വരാനുള്ള സാധ്യതകളുമുണ്ട്. അതിനെയും ഒരു പക്ഷേ അഖിലിനി എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയിരിക്കുകയായിരിക്കും. മേഘ അഖിലിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പലവിധ കാരണങ്ങളുണ്ടാവും. അത് മേഘ തന്നെ തുറന്നു പറയണം. ഒരു പക്ഷേ അഖിലിന് മറ്റൊരു സ്ത്രീയെ ഇഷ്ടമായിരുന്നു, മറ്റു ബന്ധങ്ങളുണ്ടായിരുന്നു, ഞാൻ മനസ്സിൽ കണ്ടൊരു കേറാട്ടായി അല്ലായിരുന്നു അഖിൽ. അങ്ങനെയുള്ള പലവിധ കാരണങ്ങൾ ഇനി പൊങ്ങി വരാം. അതിൽ എത്ര തന്നെ സത്യമുണ്ടെങ്കിലും എത്ര തന്നെ നുണയുണ്ടെങ്കിലും ഒരാളെ ഒഴിവാക്കേണ്ട, ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട രീതി ഇതല്ല മേഘ. കണ്ടപ്പോൾ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നവനെ വിട്ടുപോകുന്നതിന് അത്ര നല്ല പ്രവൃത്തിയോ നല്ല പേരോ അല്ല നമ്മുടെ നാട്ടിലുള്ളത്. മേഘയ്ക്ക് അഖിലിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അഖിലിന്റെ ഒപ്പം ഒരു ജീവിതം വേണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിച്ച് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്, ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആരുടെ കൂടെ വേണേലും പൊയ്ക്കോളൂ. പക്ഷേ ഇത് ഡിവോഴ്സ് ഒന്നും ചെയ്യാതെ താലി കെട്ടി അല്ലെങ്കിൽ 4 പേരറിഞ്ഞ് കൂടെ ജീവിക്കാൻ എടുത്തൊരു തീരുമാനത്തെ ഇപ്പോൾ ആരും അറിയാതെ രഹസ്യമായി മറ്റൊരുത്തിന്റെ കൂടെ ഇറങ്ങി പോകുന്നതിനെ മാന്യതയുടെയോ ധാർമ്മികതയുടെയോ ഗുണത്തിൽ നമുക്കാർക്കും പെടുത്താൻ പറ്റില്ല. നാളെ വന്നിനി എന്തൊക്കെ കുറ്റങ്ങളും എന്തൊക്കെ കുറവുകളും അഖിലിന്റെ മേഘ വിളിച്ചു പറഞ്ഞാലും അഖിലിന്റെ കൂടെ മാത്രമേ എല്ലാവരും നിൽക്കുകയുള്ളൂ. നമുക്ക് അങ്ങനെ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം എല്ലാവരുടെയും മുമ്പിലേക്ക് അഖിലിനെ ഇട്ടുകൊടുത്തിട്ട് മേഘ അറിയാത്ത
അല്ലെങ്കിൽ നമുക്ക് ആർക്കും പരിചയമില്ലാത്ത ഏതോ ഒരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അവരുടെ പുറകെ ആരാണ് പോവുക? പക്ഷെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത് അഖിലിനെയാണ്, അഖിലിന്റെ അക്കൗണ്ടാണ്. അപ്പോൾ എല്ലാവരും പോയി കമന്റ് ഇടുകയും എല്ലാവരും പോയി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന അഖിലിനോടാണ്. ഉത്തരം പറയേണ്ടി വരുന്നതും അഖിലാണ്. മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്നത് എത്ര വലിയ ജീവിതമായിരുന്നു, കയ്യിലുണ്ടായിരുന്നത് എത്ര നല്ല ജീവിതമായിരുന്നു എന്ന് പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മേഘയുടെ അമ്മയായാലും അച്ഛനായാലും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചറാണ് അമ്മ, അച്ഛൻ അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക, സാമ്പത്തികപരമായി അവർ സെറ്റിൽഡ് ആണ്. ഇപ്പോൾ അഖിലിന്റെ കൂടെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും സാമ്പത്തികപരമായി മേഘയ്ക്ക് യാതൊരുവിധ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവേണ്ട കാര്യമില്ല. ഇനി സാമ്പത്തികമല്ല, മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അഖിലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ആയിരിക്കാം ഇനി കഥകൾ മെനഞ്ഞുണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിലും വഴി ഇതായിരുന്നില്ല. അതിന് നിയമങ്ങളുണ്ട്, പോലീസുകളുണ്ട്, വനിതാ സ്റ്റേഷനുണ്ട്, അല്ലെങ്കിൽ വനിതാ കമ്മീഷനുണ്ട്. ഇതിനെ ഒന്നും ആശ്രയിക്കാതെ ഏതോ ഒരു ബസ്സിൽ കണ്ട ഒരു വ്യക്തിയുടെ കൂടി ഇറങ്ങിപ്പോയി ഇനി മുതൽ അതാണ് എന്റെ ഭർത്താവ്, ഇനി മുതൽ ഈ ബസ് കണ്ടക്ടറാണ് അല്ലെങ്കിൽ ബസ്സിലെ കിളിയായ ഈ വ്യക്തിയാണ് എന്റെ ഭർത്താവ് എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇൻ സെർച്ച് ഓഫ് ഗോൾഡ് യു ലോസ്റ്റ് ഡയമണ്ട് എന്നൊക്കെ നമ്മൾ പറയും. അപ്പം സ്വർണത്തെ തേടി പോയപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തിനെയോ തേടി പോയപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായത് ഡയമണ്ട് ആണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അഖിൽ എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യമായി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ ചുറ്റുപാടുകളുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, സമൂഹത്തിൽ നല്ല രീതിയിൽ വാല്യൂ പുലർത്തുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇനി കുടുംബത്തിനകത്ത് എങ്ങനെയാണ് അയാളുടെ ബിഹേവിയർ, എങ്ങനെയാണ് അഖിലിന്റെ സ്വഭാവ രീതികൾ എന്നൊക്കെ മേഘയ്ക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. അത് മേഘ തന്നെ വിശദീകരിക്കട്ടെ. പക്ഷെ നമ്മളൊരു പബ്ലിക് ലൈഫിൽ വെച്ച് അയാളെ ജഡ്ജ് ചെയ്യുമ്പോൾ അയാളുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ മോശം പ്രവൃത്തികളോ മോശം രീതികളോ മേഘയ്ക്കെതിരായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതകളില്ല. ഈ കഴിഞ്ഞ ദിവസം അഖിലിന്റെ റിലീസായ മൂവി പ്രൊമോഷന് പോലും അല്ലെങ്കിൽ ഫസ്റ്റ് മൂവിയുടെ എന്താ പറയാ പ്രിവ്യൂ കാണാൻ പോലും തിയേറ്ററിൽ ഒപ്പമാണ് അഖിൽ വന്നത്. ആ സമയത്തെല്ലാം മേഘ അതീവ സന്തോഷവതിയായിരുന്നു. സന്തോഷത്തോടു കൂടിയാണ് അഖിലിന്റെ കൂടെ കാണപ്പെട്ടത്. പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അഖിലിനോടോ പേരൻസിനോടോ കുടുംബത്തോടോ ഒന്നും പറയാതെ ഒരാളുടെ കൂടെ ബാഗ് എടുത്ത് ബൈക്കിൽ കയറി പോയതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം മേഘ തന്നെ വിശദീകരിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും. ആ യൂട്യൂബ് വേദനാജനകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റീൽസുകളിലൂടെ ജനപ്രിയനായ നമ്മുടെ അഖിൽ NRBയുടെ ജീവിത പങ്കാളി നിലവിൽ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് ഒളിച്ചോടിപ്പോയെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അത് വലിയ രീതിയിൽ ചർച്ചയുമാകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ചെയ്ത് സിനിമയിലേക്ക് എത്തിയ ആളാണ് അഖിൽ NRB. ഉണ്ടായിരുന്ന ജോലിയെല്ലാം ഉപേക്ഷിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ റീച്ച് ഉണ്ടാക്കിയ വ്യക്തിയാണ് അഖിൽ. ഇപ്പോഴത്തെ സിനിമയിലും അഖിലിന് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞു. അഖിൽ നായകനായ പുതിയ സിനിമ കുറച്ചു നാളുകൾക്ക് മുൻപാണ് റിലീസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി അദ്ദേഹത്തിനൊപ്പം അഖിലിന്റെ ഭാര്യയായ മേഘയും ഉണ്ടായിരുന്നു. മേഘയും അഖിലും ഒരുമിച്ചാണ് വീഡിയോകൾ ചെയ്തിരുന്നത്. ആരും അറിയപ്പെടാതെ ഒരു വീട്ടിൽ ഒതുങ്ങിക്കഴിഞ്ഞ മേഘയെ വീഡിയോസ് വഴി ഹിറ്റാക്കി മാറ്റിയത് അഖിൽ തന്നെയാണ്. അഖിലിന്റെ കഴിവ് തന്നെയാണ്. വിവാഹശേഷം ഇവരുടെ വീഡിയോസ് എല്ലാം തന്നെ വലിയ രീതിയിൽ ഒഴിച്ചാകുകയായിരുന്നു. ഇപ്പോഴുള്ള മേഘ ഒളിച്ചോടിപ്പോയെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിലാകെ പരക്കുന്നത്. ആദ്യം ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാത്രമായിരുന്നു. എന്നാൽ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വലിയ ചർച്ചയും മാറി കഴിഞ്ഞിരിക്കുകയാണ്. പലരും ഞങ്ങൾ സാക്ഷികളാണെന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നു. ഞങ്ങളുടെ വീടിനടുത്താണ് ഇവരുടെയും വീട്. ഞങ്ങളും പറഞ്ഞു 2-3 ദിവസമായി ഈ സംഭവം നടന്നിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് കമന്റ് സെക്ഷനിൽ എത്തുന്നത്. ഈ ഒരു സംഭവത്തിൽ അഖിലോ മേഘയോ പ്രതികരിച്ച് ഇതുവരെ എത്തിയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ അഖിലിന്റെ പുതിയ സിനിമ റിലീസ് ചെയ്തതിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന വേളയിലാണ് ഇത്രയും വലിയ ദുരന്തമുണ്ടായിരിക്കുന്നത്. ഇത് അഖിലിന് താങ്ങുന്നതിലും അപ്പുറമാണെന്നാണ് ചിലർ കമന്റിലൂടെ പറയുന്നത്. മേഘ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ പലരും അഖിലിനോട് ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നുണ്ട്. വീടിനടുത്തുള്ള ഒരു ബസ് കണ്ടക്ടറുമായാണ് മേഘ ഒളിച്ചോടിപ്പോയതെന്നാണ് പുറത്തുവരുന്ന വിവരം. 5 മിനിറ്റിൽ ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുന്നു. പക്ഷെ എത്ര ആൾക്കാരുടെ എഫേർട്ട് ആയിരിക്കും ഒരു കല്യാണം എന്ന് പറയുന്നത്. കുടുംബത്തെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ അത് രണ്ടു കൂട്ടർക്കും അത്രയും ഉറച്ചെടുത്തൊരു തീരുമാനമായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളൊരു ലിവിങ് ടുഗദർ ഓപ്ഷൻ ഒക്കെ സ്വീകരിക്കുന്നതായിരുന്നു ബെറ്റർ. ഇത് മേഘയ്ക്ക് അഖിലിന്റെ കൂടെ ജീവിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ കല്യാണം പോലെയുള്ള ഒരു എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിപ്പെടുന്നത്. കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ അഖിലിനോട് താല്പര്യമില്ലെങ്കിൽ പെണ്ണ് കാണാൻ വന്നപ്പോഴേ മെസ്സേജ് അയച്ചപ്പോഴേ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് പോകണമായിരുന്നു. ഇത് പ്രതീക്ഷകളെല്ലാം കൊടുത്ത് കല്യാണവും കഴിഞ്ഞു. അത് ജീവിതം തുടങ്ങി വരുമ്പോഴേക്കും മുളയിലെ തന്നെ നുള്ളിക്കളഞ്ഞ പ്രവൃത്തി ഒരു രീതിയിലും നമുക്ക് ന്യായീകരിക്കാനായിട്ട് സാധിക്കില്ല. അതിന് ഇപ്പോൾ പ്രണയ വിവാഹം എന്ന് പറയുക അല്ലെങ്കിൽ ജെൻസി കിഡ്സ് എന്ന് പറയുന്നത് ഇതുപോലെ എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കും, എടുത്തു ചാടി തന്നെ അതിനകത്തുനിന്ന് ഇറങ്ങിപ്പോവും. ഇങ്ങനെ ഒരു തീരുമാനങ്ങൾക്കും ഒരു കാര്യങ്ങൾക്കും ഒരു തീർച്ചയില്ലാത്ത ഒരു ഉറപ്പില്ലാത്ത ജനറേഷൻ ആണെന്നൊക്കെയുള്ള പലവിധ കമന്റ് സെക്ഷനുകൾ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. പക്ഷെ അത് ജെൻസി മൊത്തം ജനറേഷനെ നമ്മൾ കുറ്റം പറയേണ്ട. ഓരോ വ്യക്തികളെ അനുസരിച്ചിരിക്കും അവരവരുടെ തീരുമാനങ്ങളും അവരവരുടെ ജീവിതവും. ആ വ്യക്തിക്ക് ഇങ്ങനെ മറ്റൊരാളെ കണ്ടപ്പോൾ ഇറങ്ങിപ്പോയി, ബസ് ഡ്രൈവറും ബസ് കണ്ടക്ടറെയും കണ്ടപ്പോൾ അതാണ് ലോകം എന്ന് കരുതി ഇറങ്ങിപ്പോയി എന്ന് വെച്ചതുകൊണ്ട് ജെൻസി ജനറേഷൻ മുഴുവൻ അങ്ങനെയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമോ ഇല്ല.
ഒരു കണക്കിന് നോക്കിയാൽ ഇപ്പോൾ ഇറങ്ങിപ്പോയത് നന്നായി. കുറേയും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ അഖിലിന്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ ആഘാതം ഉണ്ടായേനെ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എന്തു തന്നെയായാലും ജീവിതവുമായിട്ട് മുമ്പോട്ട് പോകാനുള്ളൊരു മനക്കരുത്തും ശക്തിയും സന്തോഷവും എല്ലാം തുടർന്നും അഖിലിന് ലഭിക്കട്ടെ. ഞാൻ സംസാരിച്ചതും ഞാൻ പങ്കുവച്ചതും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും മാത്രമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ്.